അങ്ങനെയേറെ സന്തോഷമുള്ളൊരു നിമിഷം മലയാളികളെല്ലാം കൺകുളിർക്കെ കണ്ടു. ബലിപെരുന്നാളിന് വലിയ സന്തോഷം നമ്മൾക്കൊക്കെ ഉണ്ടായത് അബ്ദുറഹീമിൻ്റെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവ്, അദ്ദേഹത്തിൻ്റെ വരവും ഉമ്മയുടെ സന്തോഷവും റഹീമിൻ്റെ സന്തോഷവും ഈ നാടിൻ്റെ സന്തോഷവും എല്ലാം കൂടി ആയപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണ്. റഹീം ഇപ്പോൾ നമ്മുടെ കൂടെ ചേരും. റഹീംക്ക, ഏറെ സന്തോഷം. ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പം ഇന്നലെ ആയിരിക്കുമോ ഒന്ന് നല്ലൊരു സമാധാനത്തോടു കൂടി ഉറങ്ങിയൊരു ദിവസം ഇന്നലെ ആയിരിക്കും? നല്ല സമാധാനത്തോടു കൂടി ഉറങ്ങിയതും കുടുംബം നല്ല സന്തോഷമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ, പെരുന്നാളിൻ്റെ ഒരു ദിവസം. ഇതിനെല്ലാം സാഹചര്യം ഒരുക്കി തന്ന പടച്ചവനും ജനങ്ങൾക്കും എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇങ്ങനെ വിചാരിച്ചോ ഈ പെരുന്നാളിന് തന്നെ ഇവിടെ എത്താൻ പറ്റും? ഈ പെരുന്നാളിന് എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ, കാരണം അവധി സമയമായിരുന്നു. ഈ അവധി സമയത്തേക്ക് പുറപ്പെടുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഇന്ത്യൻ എംബസിയുടെയും ഈ സഹായിക്കുന്നവരുടെയും അള്ളാഹിൻ്റെ സഹായം കൊണ്ടും പെരുന്നാൾ ദിവസം ഇവിടെ എത്താൻ കഴിഞ്ഞാൽ വളരെ അള്ളാഹെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ വീട്ടിലെത്തിയ ആ ഒരു സ്പെഷ്യൽ മൂമെൻ്റ് ഉണ്ടല്ലോ, വീട്ടിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ ആ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി ആ ഒരു മനസ്സൊന്നും ഓർമ്മിക്കാൻ പറ്റും? എല്ലാം വളരെ ഒരു മാറ്റങ്ങളാണ് കൺമുമ്പിൽ കാണുന്നത്. നാടും വീടും റോഡുകളും ജനങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുന്ന ജനങ്ങളെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ജനങ്ങളും എയർപോർട്ടിലും വീട്ടിലും. കാരണം ഇവിടെ നടന്ന സംഭവങ്ങൾ വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു, അവിടെ ഫോണും കാര്യം ഇല്ലാത്തതുകൊണ്ട്. ഒരു അത്ഭുത സീനായിരുന്നു ഇന്നലെ ഇറങ്ങുമ്പോൾ. റെൻക പറഞ്ഞു ഇപ്പം നാടും വീടും ഒരു വലിയ മാറ്റങ്ങൾ. 20 വർഷം മുമ്പ് പിന്നെ നിങ്ങൾ പുറം ലോകത്തിലേക്ക് വന്നിട്ടില്ല, കാഴ്ചകളില്ല, ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു മാറ്റമാണ് കാണാൻ സാധിച്ചത്. റോഡുകളും വഴികളും വീടുകളും. ഞാൻ പോകുന്ന സമയത്തുള്ള വഴി ജാഷൻ്റെ വീട് പിന്നെ ഉണ്ടാക്കിയതാണ്. ജനങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഒരുപാട് മാറ്റങ്ങൾ മാറിയിട്ടുണ്ട്. ഉമ്മ എന്ത് പറയുന്നു? മക്കളെ സന്തോഷം, ഭയങ്കര സന്തോഷം. ലിഫ്റ്റിനെ കണ്ടല്ലോ, ഈ പെരുന്നാൾ ആഘോഷിച്ചല്ലോ. നമ്മളിങ്ങനെ നല്ലൊരു വീഡിയോ കണ്ടു, ഉമ്മ ഇങ്ങനെ റഹീമിനെ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്നൊരു രംഗമൊക്കെ കണ്ടു. അങ്ങനെ ഒരുപാട് നാളത്തിന് ശേഷം ആഗ്രഹിച്ചൊരു നിമിഷമാണ്. മക്കളെ എന്തില്ല അതാണ് സ്തുതിക്കാൻ എൻ്റെ കുട്ടിയെ കണ്ടില്ല, പറയാൻ പറ്റില്ല. സന്തോഷം നിങ്ങളൊക്കെ സഹായം കൊണ്ടല്ലേ. ഇപ്പം മനസ്സിലെന്താ തോന്നുന്നത്? എന്താ ഞാൻ പറയാൻ കഴിയും? സന്തോഷം തന്നെ. അള്ളാഹു തന്ന നിയമത്തിന് അള്ളാഹ് ഞാൻ എവിടെ വെച്ച് ശുക്ർ ചെയ്യും. ഇനി എന്താണ് ഭാവി പരിപാടികളൊക്കെ? പ്ലാൻ ആയിട്ടില്ല. എല്ലാ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയിരുന്ന് ഒന്ന് കാണട്ടെ, നാടൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ആലോചിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു? ഇതുവരെ ഒരു പ്ലാനും ഇല്ല. കുറച്ച് സമയം നാടൊക്കെ ഒന്ന് കാണട്ടെ. സുഹൃത്തുക്കളും വീട്ടുകാരും ഇവിടുത്തെ 20 വർഷം മുമ്പുള്ള നാടല്ല, ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. ബാക്കി എല്ലാവരുമായി ആലോചിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്തണം. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബസമേതം ഒരു എല്ലാ സന്തോഷ രീതിയിൽ നന്ദി കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു സഹായിച്ചവർക്ക് എല്ലാവർക്കും.